തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഉടൻ അധികാരമേൽക്കും. പ്രഖ്യാപനത്തിന് പിന്നാലെ ഉദയനിധി അണ്ണാദുരൈയുടെയും കരുണാനിധിയുടെയും സ്മൃതി മണ്ഡപത്തിലെത്തി 3:30 രാജ്ഭവനിൽ വെച്ച് സെന്തിൽ ബാലാജി ഉൾപ്പെടെ 4 പുതിയ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, ജയിലിൽ നിന്നിറങ്ങി 3-ാം ദിവസം സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിയാകുന്നു. മുഖം മിനുക്കലിനുള്ള ശ്രമത്തിലാണ് കെ സ്റ്റാലിൻ. മുത്തുവേൽ കരുണാനിധിയുടെ തലമുറയിൽ നിന്ന് പുതിയ മുഖം DMKക്ക് ഉദയനിധി ആയിരിക്കുമെന്ന പ്രഖ്യാപനം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇനി തമിഴക രാഷ്ട്രീയത്ത് അഥവാ DMK രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അത് ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഗവർണറോട് നേരത്തെ തന്നെ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെയും ഒപ്പം തന്നെ പുതിയ 4 മന്ത്രിമാരെയും ഉൾപ്പെടുത്തുന്നു എന്നുള്ളൊരു കത്ത് DMKയുടെ ഭാഗത്ത് നിന്ന് നൽകിയിരുന്നു. അതിനുശേഷം ഗവർണർ അത് അംഗീകരിക്കുന്നു. സാങ്കേതികമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ തന്നെ ഉപമുഖ്യമന്ത്രിയായി കഴിഞ്ഞു. കാരണം ഇതൊരു ഭരണഘടനാ പദവിയല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് സത്യപ്രതിജ്ഞ പുതുതായി ചെയ്യേണ്ടതില്ല. കാരണം ഉദയനിധി ഓൾറെഡി ഈ മന്ത്രിസഭയിലെ ഇപ്പോൾ തന്നെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരു വകുപ്പ് അധികമായി ലഭിക്കുന്നു, ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ 4 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാകും അദ്ദേഹം ഔദ്യോഗികമായി അധികാരമേൽക്കുക എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. സെന്തിൽ ബാലാജിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. DMKയുടെ വിശ്വസ്തൻ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും സ്റ്റാലിൻ്റെ വിശ്വസ്തനാണ് അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പരിശ്രമമുണ്ട്. അദ്ദേഹം നടത്തിയ DMKയ്ക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളുണ്ട്, പ്രചാരണമുണ്ട്. അതൊക്കെയും സ്റ്റാലിൻ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. അന്ന് തന്നെ സ്റ്റാലിൻ എപ്പോൾ തിരികെ വന്നാലും ഇദ്ദേഹം മന്ത്രിയാകും, സെന്തിൽ ബാലാജി മന്ത്രിസഭയിൽ ഒരു അംഗമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ സെന്തിൽ ബാലാജി മന്ത്രിയായി തിരികെ എത്തുന്നു. ഒപ്പം തന്നെ പുതിയ 3 മന്ത്രിമാർ വരുന്നു. 3 മന്ത്രിമാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. എന്തായാലും ഈ രാജ്ഭവനിൽ നടക്കുന്ന ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിലേക്ക് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും തലമുറ മാറ്റമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. ഇനി ചെറുപ്പക്കാരുടെ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. വിജയ് ഒരറ്റത്ത് പുതിയ മുഖമായി ഉദയനിധി സ്റ്റാലിൻ എന്ന സൂചനയാണ് ഈ അധികാര മാറ്റത്തിലേക്ക് വരുന്നത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.